നമ്മളെ വീഡിയോ കാണുന്ന ആരൊക്കെയാണ് സുബഹിക്ക് നേരത്തെ എണീക്കുന്നവർ, സുബഹിൻ്റെ മുമ്പ് എണീക്കുന്നവർ, അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുന്നവരും വൈകി ഉറങ്ങിയിട്ട് വൈകി എണീക്കുന്നവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബഹിക്ക് മുമ്പ് ചെയ്യുന്ന ഈ അമല് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിച്ച ഏറ്റവും വിലപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് സുബഹിക്ക് മുമ്പുള്ള അവസാന രാത്രി ഭാഗം. പലരും ഈ സമയം ഉറക്കത്തിൽ ചെലവഴിക്കുന്നു. എന്നാൽ അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിയന്മാർ ഈ സമയം ഇബാദത്തിൽ ചെലവഴിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ എപ്പോഴാണോ എണീക്കൽ എന്നുള്ളത്. രാത്രിയുടെ അവസാന 1/3 അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായി ഹദീസുകളിൽ കാണാം. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാം. എന്നോട് മാപ്പ് തേടാൻ ആരുണ്ട്? ഞാൻ അവനോട് പൊറുക്കാം. അപ്പോൾ നമ്മൾ പല ഹദീസുകളിലും പല പണ്ഡിതന്മാരുടെ രേഖപ്പെടുത്തലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരുക തന്നെ ചെയ്യും. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ രാജാവായ അല്ലാഹു നമ്മെ വിളിക്കുന്ന സമയമാണത്. എന്നാൽ എത്ര പേർ ആ വിളിക്ക് മറുപടി നൽകുന്നു? സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ഇസ്തിഗ്ഫാർ ചൊല്ലുകയോ ദുആ ചെയ്യുകയോ ചെയ്താൽ അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ സുബഹിൻ്റെ മുമ്പ് എണീറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്തുകളാണ്, അമലാണിത്. പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ അധികമായിട്ട് ഈ സമയത്ത് ചൊല്ലുക. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഹൃദയത്തിന് സമാധാനം ലഭിക്കാനും ഇത് കാരണമാകും. ജീവിതത്തിലെ പല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു വഴി തുറന്നു തരും, നമ്മുടെ തടസ്സങ്ങളൊക്കെ നീക്കിത്തരും. മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ചിലർക്ക് ജോലി വേണം, ചിലർക്ക് ആരോഗ്യം വേണം, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം വേണം. ഈ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് സുബഹിക്ക് മുമ്പുള്ള ആ നിമിഷങ്ങൾ. നാളെ മുതലെങ്കിലും 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കാൻ നിയ്യത്താക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. 2 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ എഴുന്നേറ്റാൽ പോരാ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് സംസാരിക്കാം. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമുക്ക് പറയാം. അതുപോലെ തന്നെ കണ്ണീരോടുകൂടി നമുക്ക് ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇടങ്ങേറും ദുഃഖം എല്ലാതും നമ്മുടെ സകല കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് തുറന്ന് സംസാരിക്കാം. അള്ളാഹുവിൻ്റെ കരുണയുടെ വാതിലുകൾ തുറന്നിരിക്കുന്ന സമയമാണ് ആ സമയം പറയുന്നത്. അപ്പോൾ ആ സമയത്തിന് വളരെയധികം മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് ആരും ആ സമയം ഓരോ ദിവസവും നഷ്ടപ്പെടുത്തരുത്. നമ്മളതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. അതിന് വളരെയധികം ബർക്കത്താണ്. നമ്മൾ ജീവിതത്തിൽ തന്നെ ഐശ്വര്യവും റാഹത്തൊക്കെ ഉണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും തഹജ്ജുദ് നിസ്കരിക്കുന്നവരിലും ഇസ്തിഗ്ഫാർ അധികമായി ചൊല്ലുന്നവരിലും ദുആ സ്വീകരിക്കപ്പെടുന്നവരിലൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.